PRD പരസ്യ വിവാദത്തിൽ കൂടുതൽ കടുത്ത പ്രതികരണങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുന്നുണ്ട്. PRD ഡയറക്ടർ അധപ്പതിച്ചു, പരസ്യം കൈകാര്യം ചെയ്ത PRD ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങില്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നൽകിയിരിക്കുന്നത്. റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ മുൻ പേജിൽ ലോഡ് ഷെഡിംഗ് വാർത്ത, അകത്തെ പേജിൽ കേരളത്തിലെ വെളിച്ച വിപ്ലവം, ഇങ്ങനെയാണ് പത്രപരസ്യം വാർത്ത എന്ന രൂപത്തിൽ PRD നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നുള്ള പ്രതികരണം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല അതിൽ നിന്നും കടന്ന ഈ PRD ഉദ്യോഗസ്ഥൻ പെൻഷൻ വാങ്ങില്ല എന്ന മുന്നറിയിപ്പിലേക്ക് അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പത്രപരസ്യങ്ങളുടെ സ്വഭാവം? ഏതൊക്കെ പത്രങ്ങൾ നൽകി, ഏതൊക്കെ പത്രങ്ങൾ അത് തമസ്കരിച്ചു? റഹീസ്. സ്മൃതി, കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങൾക്കും PRD പരസ്യം നൽകിയിരുന്നു. അതിൽ മലയാള മനോരമ, മാതൃഭൂമി, ചന്ദ്രിക, വീക്ഷണം പോലുള്ള 3-4 പത്രങ്ങൾ എഡിറ്റോറിയൽ തീരുമാനപ്രകാരം PRD നൽകുന്ന ഈ പരസ്യം പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടെടുത്തു. അത് PRDയെ അറിയിക്കുകയും ചെയ്തു. PRD ഡയറക്ടറേറ്റിലെ TV സുഭാഷാണ് ഇപ്പോൾ PRDയുടെ ഹെഡ് ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പരസ്യം കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തത്. ഇതിൽ പ്രതിപക്ഷം കാണുന്ന ഒരു പ്രശ്നം സാങ്കല്പികമായ കാര്യങ്ങൾ പത്രവാർത്ത എന്ന നിലയിൽ കൊടുക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഇപ്പോൾ 18 മാസം ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്ന് നിയമസഭയിൽ തന്നെ പിണറായി വിജയൻ സർക്കാർ രേഖാമൂലം മറുപടി നൽകിയതാണ്. എന്നിട്ടും ആ തെറ്റായ കാര്യം ഒരു പരസ്യ രൂപേണ അല്ലെങ്കിൽ ഒരു വാർത്തയുടെ സ്വഭാവത്തിൽ കൊടുത്തു എന്ന് മാത്രമല്ല, പിന്നീട് ഈ വാർത്ത ഇന്ന പത്രങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ദേശാഭിമാനി അല്ലാത്ത മാധ്യമം ദിനപത്രത്തിലെ ഈ വാർത്ത കട്ട് ചെയ്ത് പിന്നീട് എല്ലാ കാലത്തും അത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇത് മാധ്യമത്തിൽ വന്ന വാർത്തയാണെന്നേ ഇനിയുള്ള കാലത്തും വിചാരിക്കുകയുള്ളൂ. അതിനകത്ത് ഏറ്റവും ചെറിയ അക്ഷരത്തിൽ ഇത് പരസ്യമാണ് എന്ന് ഏറ്റവും ചെറിയ കുനുകുന അക്ഷരത്തിൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ആ പേജ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അത് 1-ാം പേജിൽ ഒരു കാര്യം കൊടുക്കുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ അടുത്ത ദേശാഭിമാനിയാണെങ്കിൽ 3-ാമത്തെ പേജിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിയമപരമായി കൂടി ഇതിനെ നേരിടുക എന്നതാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. അതാണ് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ പറയുന്നത്. രാഷ്ട്രീയമായി ഒരു സമയത്ത് പ്രതിരോധം തീർക്കുന്നു, ഒപ്പം നിയമപരമായി കോടതിയെ സമീപിച്ച് PRDയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നതാണ് അവർ എടുത്തിരിക്കുന്ന തന്ത്രം. പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട PRDയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കാലം മാറുന്നതനുസരിച്ച് പരസ്യത്തിൻ്റെ രൂപവും മാറും. എല്ലാ കാലത്തും അതാത് സർക്കാരുകൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ നൽകാറുണ്ട്. അങ്ങനത്തെ ഒരു പരസ്യമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ആധുനിക കാലത്ത് ആളുകൾക്ക് ഏറ്റവും ശ്രദ്ധമാകുന്ന രീതിയിൽ, ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ പരസ്യം കൊടുക്കുന്നത് ഒരു രീതിയാണ്. ആ രീതി അനുസരിച്ച് പുതിയൊരു പാറ്റേൺ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലാണ് ഈ പരസ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ഇന്നത്തെ ഡേറ്റിലാണ്. അപ്പോൾ അത് ഈ സർക്കാരിൻ്റെതാണെന്നും കരുതാം. ഉറപ്പായും ഈ സർക്കാരിൻ്റെതാണ് എന്ന് കരുതുകയും ചെയ്യാം. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ സ്വാഭാവികമായും കൂടുതൽ വരിക ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ എന്ന തരത്തിൽ തന്നെയാണ് വരിക. അത് രാഷ്ട്രീയമായി ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് പ്രതിപക്ഷം ഇതിനകത്ത് പറയുന്നത് ഏതെങ്കിലും കാലത്ത് വന്ന വാർത്തകൾ, ഏതെങ്കിലും പത്രത്തിൽ വന്ന വാർത്തകൾ ക്രോഡീകരിച്ച് ഇതൊരു പരസ്യ രൂപത്തിൽ കൊടുത്താൽ തെറ്റില്ല. പക്ഷേ പരസ്യം എന്ന രീതിയിൽ ഇത്തവണ കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും UDF സർക്കാരിൻ്റെ കാലത്ത് ഈ പരസ്യത്തിൽ പറയുന്നത് പോലെ സംഭവിച്ചിട്ടില്ല. അന്ന് ദേശാഭിമാനിയിൽ പോലും ഇന്ന് പരസ്യത്തിൽ പറയുന്ന രീതിയിൽ ഈ വാർത്തകളൊന്നും വന്നിട്ടില്ല എന്നതാണ് UDF നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് കള്ളമായ ഒരു കാര്യം അത് വാർത്താ രൂപത്തിൽ വരുന്നു എന്നതാണ് അവർ പ്രശ്നമായി കാണുന്നത്. ഇത് ഇരുണ്ട കാലം എന്ന CPMന്റെ വെബ്സൈറ്റിന്റെ തുടർച്ചയായി PRD ആ പരസ്യം ഏറ്റെടുക്കുന്നു എന്ന രൂപത്തിൽ, CPMന്റെ പ്രചാരണം ഏറ്റെടുക്കുന്നു എന്ന രൂപത്തിലും പ്രതിപക്ഷമെതിരെ വായിക്കുന്നുണ്ട്. റഹീസ്, സ്വാഭാവികമായും അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ആരോപണം വരുന്നതിൽ തെറ്റു പറയാൻ
തെറ്റു പറയാനില്ല. കാരണം MV നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള CPIM-ന്റെ സൈബർ ടീം തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്ന അവരുടെ ഒരു വജ്രായുധമായിരുന്നു ഇരുണ്ട കാലം എന്ന രീതിയിൽ ഉള്ള ഒരു വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുമുള്ള പ്രചാരണം. അതിൻ്റെ ഒരു തുടർച്ചയായി, കാരണം കറണ്ടില്ല എന്നത് അതിനുമായി കണക്ട് ചെയ്ത് ലോഡ് ഷെഡിങ്ങിലേക്കും മറ്റും കൊണ്ടുവരുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നത് CPIM കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി, അത് PRD വഴി, അതായത് CPIM ഏത് തരത്തിലും പരസ്യം നൽകിയാൽ അത് രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന പണമാണ്. പക്ഷെ PRD തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുജനത്തിന്റെ പൊതുജനം കൂടി കൊടുക്കേണ്ട ഒരു പണമാണ്. ശരി റഹീസ്, നമുക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് വരാം.